ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാലഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കോൾസ്ലോ സാലഡാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെപ്പോഴും സാലഡ് ഉണ്ടാക്കാറുണ്ട്, സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാലഡാണ്. കുറച്ച് പുളിപ്പും മധുരവും ഒക്കെ ഉള്ള ഒരു സാലഡാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണിത്. ഇത് ശരിക്കും നെതർലാൻഡിലത്തെ ഒരു റെസിപ്പിയാണ്. പക്ഷെ മറ്റു കൺട്രീസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണിത്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സ്ലോ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാന്. പിന്നെ ഒരു ക്യാബേജിന്റെ പകുതി എടുത്തിട്ടുണ്ട്. എപ്പോഴും ക്യാബേജിന്റെ പകുതി ആയിരിക്കണം ക്യാരറ്റ് എടുക്കേണ്ടത്. ക്യാബേജ് ആയിരിക്കണം കൂടുതൽ വേണ്ടത്. അതാണ് ഇതിന്റെ ഒരു ഇത്. അത് നിങ്ങൾ എത്ര അളവ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിത് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം കഴുകി വെച്ചിട്ടുള്ള പീൽ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോ അതാണ് എനിക്ക് തോന്നുന്നു കഴിക്കുമ്പോ കുറച്ചും കൂടെ സുഖം നമ്മൾക്ക് കഴിക്കാനൊക്കെ. ഇതിന്റെ കുറച്ച് പീസസ് ആകുമ്പോ സെപ്പറേറ്റ് കിടക്കണായി തോന്നും. അപ്പൊ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാബേജ് ഇതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്യാകുമ്പോ പെട്ടെന്ന് അതാണ് സുഖം തോന്നുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ക്യാബേജും ക്യാരറ്റും ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ക്യാബേജ് ആദ്യം ഇട്ട് കൊടുക്കുക. ക്യാബേജ് ഇടുമ്പോ അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇടാ. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് ചെയ്യുക. ആ വെള്ളത്തോട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോൾസ്ലോക്ക് ആ ഒരു കഴിക്കുമ്പോ ഒരു ക്രിസ്പ് ഉണ്ടാവില്ല. ഇതിലൊക്കെ ചിലര് ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കോൾസ്ലോയിൽ ഉള്ളിയൊന്നും ചേർക്കാറില്ല. അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങൾ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അത്രയും വെള്ളം ഉണ്ടായിരുന്നു ഇതില്. ഈ ക്യാരറ്റും അതുപോലെ തന്നെ ചെയ്യുക. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ക്യാബേജും ക്യാരറ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് മധുരമൊക്കെ നോക്കി ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്, നമ്മുടെ സുർക്ക. അത് ഞാൻ 1 ടീസ്പൂൺ ചേർക്കണുള്ളൂ. ഇത് മയണൈസിലും പുളിപ്പുള്ളതുകൊണ്ട് പുളിപ്പ് കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇനി വേണ്ട നമുക്ക് മയണൈസാണ്. ഇത് മയണൈസ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല. മയണൈസാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ മയണൈസാണ് ഇത് കൂടുതൽ ചേർക്കേണ്ടത്. ഞാൻ 3 ടേബിൾ സ്പൂൺ മയണൈസ് ഇതില് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വെജിറ്റബിൾസ് ക്യാബേജും ക്യാരറ്റും എടുക്കുന്ന അളവിനനുസരിച്ച് മയണൈസിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊരു ക്രീമി ആയിരിക്കുന്ന ഒരു പരുവത്തിലാക്കാൻ വേണ്ടി അത്രയും മയണൈസ് നിങ്ങൾ എടുക്കുക. ഇതിലേക്ക് ചിലർ ഫ്രഷ് ക്രീം യൂസ് ചെയ്യും, അതുപോലെ തൈരൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഇവിടെ നിന്ന് കഴിക്കണ ഒരു ഇതിന്റെ ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാന്. ഇത് കുറച്ച് ക്യാബേജ് ലീഫ് എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ കഴുകിയ ക്യാബേജ് ലീഫാണ്. ഞാൻ അതിലാണ് സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് കോൾസ്ലോ ഇട്ടുകൊടുക്കാം. കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് എടുക്കുക. അത് തണുപ്പിച്ച് കഴിക്കുന്ന ഒരു ഇതാണ്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് നമ്മുടെ ക്രീമും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. അങ്ങനെ നമ്മളെ നല്ല ക്രീമി ആയിട്ടുള്ള കോൾസ്ലോ സാലഡ് ഇവിടെ റെഡി ആയിട്ട്
ഞാനിത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് അൽബൈക്കുന്നാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കമന്റ്സ് ഒക്കെ അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.